നെയ്യാറ്റിൻകരയിൽ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പ്രജിന് ബ്ലാക്ക് മാജിക് ഉൾപ്പെടെയുള്ള ആഭിചാര കർമ്മങ്ങളിൽ പങ്കുണ്ടോ എന്ന് സംശയമുള്ളതായി കുടുംബം ആരോപിച്ചു. പ്രജിന്റെ മുറിയിൽ നിന്നും ബിംബങ്ങൾ കണ്ടെടുത്തത് കുടുംബത്തിന്റെ ദുരൂഹത കൂട്ടി. നെയ്യാറ്റിൻകര വെള്ളറടയിൽ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകൻ പ്രജിന് ബ്ലാക്ക് മാജിക് ഉൾപ്പെടെയുള്ള ആഭിചാര കർമ്മങ്ങളിൽ പങ്കുണ്ടായിരുന്നോ എന്ന് സംശയമുള്ളതായി കുടുംബം ആരോപിച്ചു. ചൈനയിൽ നിന്നും വന്നതിനു പിന്നാലെ പ്രജിൻ തീർത്തും വിചിത്രമായാണ് പെരുമാറിയിരുന്നത്. ഈ കാലയളവിൽ പ്രജിൻ നിരന്തരം പണം ആവശ്യപ്പെട്ടിരുന്നതായും കുടുംബം പറഞ്ഞു. ഇതിനു പിന്നാലെ എറണാകുളത്ത് പോയി സിനിമ പഠിക്കണമെന്ന് പറഞ്ഞ് പണം ആവശ്യപ്പെട്ടിരുന്നതായും അവിടെ പോയി വന്നതിന് ശേഷം പ്രജിന്റെ രീതി കൂടുതൽ നിഗൂഢമാവുകയായിരുന്നുവെന്നും കുടുംബം പറഞ്ഞു. അവൻ ചോദിക്കുന്ന സമയത്ത് അവന് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അവൻ ഒരു വയലൻ്റായി വീട്ടിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ മാതാപിതാക്കളെ അവൻ വീട്ടിന് പുറത്താക്കി. രാത്രി അവർ വരാന്തയിലാണ് കിടന്നത് രാത്രി വരെ. എന്നിട്ട് ഒരു സമയം കഴിഞ്ഞപ്പോൾ വന്ന് കതവ് തുറന്നു കൊടുത്തു. എന്താണ് കാര്യം ഇതിൻ്റെ പിന്നിൽ? അപ്പോൾ ഞങ്ങളിപ്പോൾ ബലമായി സംശയിക്കുന്നു, ഇവൻ എറണാകുളത്തെ ഏതോ ഒരു ലോബിയുമായി ബന്ധപ്പെട്ട് ചില ആഭിചാര ക്രിയകളിൽ ഇവൻ അകപ്പെട്ടു. അത് ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന നിലയിൽ ഇവൻ്റെ രീതി അനുസരിച്ച് ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്താൽ അത് ഇവൻ മുഖാന്തരം വീട്ടുകാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കാം എന്നുള്ള തരത്തിൽ ഒരു ലോബി ഇവനെ വെച്ച് പ്രയോഗിക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ സംശയം. പ്രജിൻ കൂടുതൽ സമയം ചെലവഴിക്കുന്ന വീടിന്റെ 2ാം നിലയിലേക്ക് മാതാപിതാക്കൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. ഇയാൾ രാത്രികാലങ്ങളിൽ പുറത്തുപോയിരുന്നെന്നും ഇത് ചോദ്യം ചെയ്താൽ തങ്ങളെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും മാതാപിതാക്കൾ പറഞ്ഞു. കൊലപാതകത്തിന് പിന്നാലെ പ്രജിന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ചില ബിംബങ്ങളും കൂട്ടിയിട്ടിരുന്ന മുടികളും ചില പ്രത്യേകതരം ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു. ഇതാണ് സംശയത്തിന് ആക്കം കൂട്ടിയത്. സാത്താൻ സേവ പോലുള്ള ആഭിചാര കർമ്മസംഘങ്ങളിൽ മകൻ പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പരിശോധിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്തി നൽകണമെന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ശരീരത്തിലെ രോമങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്ത ശേഷം കൃത്യത്തിന് പ്രജിൻ തയ്യാറാവുകയായിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ സംശയിക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നാടിനെ നടുക്കിയ ദാരുണമായ സംഭവം നടന്നത്. തന്റെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം നിൽക്കുന്നുവെന്ന കാരണത്താലാണ് പ്രജിൻ സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയത്. തുടർന്ന് പ്രജിൻ തന്നെ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. മഹാകുംഭമേളയ്ക്ക് പോയ തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട 7 തീർത്ഥാടകർ മരിച്ചു. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമാണ് അപകടങ്ങൾ ഉണ്ടായത്. ഉത്തർപ്രദേശിലെ